ഈ വീഡിയോ നീ കേൾക്കുന്നത് യാദൃച്ഛികമായല്ല. ഇത് കേൾക്കാൻ നിന്നെ അല്ലാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു. തീർച്ചയായിട്ടും നിനക്ക് ആവശ്യമുള്ള ഉത്തരങ്ങൾ ഇതിലെ വാക്കുകളിലൂടെ നിനക്ക് ലഭിക്കും. ഹേയ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് പല വീഡിയോസ് അത് നമ്മൾക്ക് കൃത്യമായ സമയത്ത് നമ്മൾ കാണാറുണ്ട് എന്നത്. എന്നാൽ അതൊരു കോയിൻസിഡൻസ് അല്ല. ചിലപ്പോൾ നമ്മൾ തളർന്നിരിക്കും. നമ്മെ ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ വിചാരിക്കും. ആ ഒരു സമയത്ത് അല്ലാഹു നിനക്ക് വേണ്ടി അയക്കുന്ന മെസ്സേജസ് ആണിതൊക്കെ. ഖുർആനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, എൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവരെ ഞാൻ എൻ്റെ വഴികളിലൂടെ നയിക്കുന്നതാണ് എന്ന്. നീ നിനക്കുള്ള സൊല്യൂഷൻസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. മേ ബി അതുകൊണ്ടായിരിക്കാം ഈ ഒരു മെസ്സേജ് അത് നിങ്ങളിലേക്ക് എത്തിയത്. അല്ലാഹു തൻ്റെ പ്രിയപ്പെട്ട അടിമകളെ പല വഴികളിലൂടെ അവനിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ പ്രാർത്ഥനയിലൂടെയും, ചിലപ്പോൾ വേദനകളിലൂടെയും, ചിലപ്പോൾ ഇതുപോലുള്ള മെസ്സേജുകളിലൂടെയും അവൻ നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതിനും കേൾക്കുന്നതിനും പിന്നിൽ അല്ലാഹുവിൻ്റെ ഒരു പ്ലാനിംഗ് ഉണ്ട്. അല്ലാഹു ഒരു നിമിഷം പോലും പാഴാക്കുന്നില്ല. നിങ്ങളുടെ ഹൃദയം ഒരിക്കലും ഉച്ചത്തിൽ പറയാത്തത് പോലും അവൻ കേട്ടതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഈ ഒരു മെസ്സേജ് കേൾക്കാൻ വേണ്ടി ഇവിടെ എത്തിയത്. നമ്മൾക്ക് പലപ്പോഴായി തോന്നാറുണ്ട് എൻ്റെ പ്രാർത്ഥനകൾ കേട്ടില്ലേ എന്ന്. പക്ഷെ അല്ലാഹു പറയുന്നു, നീ വിളിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ കേട്ടുവെന്ന്. ചിലപ്പോഴൊക്കെ നമ്മുടെ ലൈഫ് ഒന്ന് സ്റ്റക്കായതുപോലെയോ അല്ലെങ്കിൽ ഒരു സ്ലോ മോഡിൽ പോകുന്നത് പോലെയോ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. എന്നാൽ അത് നമ്മെ ഒരിക്കലും തകർക്കാനല്ല, മറിച്ച് അല്ലാഹു നമ്മെ ശക്തമാക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഓരോ നീണ്ട പ്രതീക്ഷകളും അല്ലാഹുവിൻ്റെ നിശബ്ദമായ സന്ദേശങ്ങളാണ്. അല്ലാഹു നിന്നെ തിരഞ്ഞെടുത്തു എന്നത് കാണിക്കുന്നതിനുള്ള ഒരുപാട് അടയാളങ്ങളുണ്ട്. ഒന്ന്, നിന്റെ ഹൃദയത്തിൽ ഖുർആൻ കേൾക്കാനും പാരായണം ചെയ്യാനുമുള്ള താല്പര്യം. രണ്ട്, നിനക്ക് ചെയ്തുപോയ തെറ്റുകളിൽ ഗിൽട്ട് അല്ലെങ്കിൽ കുറ്റബോധം ഫീൽ ചെയ്യുന്നത്. മൂന്ന്, നീ ചെയ്തുപോയ തെറ്റുകളോർത്ത് കണ്ണുനീർ പൊഴിക്കുന്നത്. അത് നിന്റെ ഹൃദയം ഇപ്പോഴും അല്ലാഹുവിലാണ് എന്നുള്ളതിൻ്റെ അടയാളമാണ്. നാല്, നീ സ്വയം മാറണമെന്ന് തോന്നുന്ന ആ ഒരു ചിന്ത, അത് നിന്റെ ഹിദായത്തിൻ്റെ തുടക്കമാണ്. അല്ലാഹു പറയുന്നു, എൻ്റെ ദാസന്മാരെ, നിങ്ങൾ സ്വന്തം മനസ്സുകൊണ്ട് അക്രമം പ്രവർത്തിച്ചാലും അല്ലാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാകരുത് എന്ന്. നീ എത്ര തെറ്റുകൾ ചെയ്താലും അല്ലാഹുവിലേക്ക് തിരികെ വരാനുള്ള വാതിൽ നിനക്ക് മുന്നിൽ അടച്ചിട്ടില്ല. മേ ബി ഈ ഒരു വീഡിയോ കാണുന്നത് തന്നെ നിന്റെ ടേണിംഗ് പോയിന്റ് ആകാം. നിന്റെ ആത്മാവ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, യാ അല്ലാ ഗൈഡ് മീ എന്ന്. നീ നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ നിമിഷങ്ങളിൽ എത്ര തന്നെ തെറ്റുകൾ ചെയ്താലും നീ വീണ്ടും അല്ലാഹുവിന് ഏറെ പ്രിയപ്പെട്ടവനാണ്. അവൻ നിന്നെ നിരന്തരം കാത്തിരിക്കുന്നു, അവനിലേക്ക് കുറ്റബോധമുള്ള മനസ്സോടെ മടങ്ങിയെത്താൻ. ഇന്നത്തെ രാത്രിയിലുള്ള നിന്റെ ഒരു സുജൂദ്, അതൊരു പുതിയ തുടക്കമാകട്ടെ. ജീവിതം എന്നത് വളരെ ചെറുതാണ്, പക്ഷേ അതിൽ പശ്ചാത്താപത്തിന് അല്ലെങ്കിൽ തൗബയ്ക്ക് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആത്മാർത്ഥതയുള്ള ഒരു അസ്തഗ്ഫിറുള്ള എന്ന വാക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള കുറ്റബോധം മായ്ക്കാൻ കഴിയും. അല്ലാഹു നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾ ഒരിക്കലും വില കുറച്ച് കാണരുത്. ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ അത് നിന്റെ ഹൃദയത്തിൽ സമാധാനം നിറക്കുന്നുണ്ടെങ്കിൽ അതൊരു തെളിവാണ്. അല്ലാഹു നിന്നെ കേൾക്കുന്നു, കാണുന്നു, സ്നേഹിക്കുന്നു. നിങ്ങളെ തിരഞ്ഞെടുത്തത് അല്ലാഹുവാണ്. കാരണം നീ അവനേറെ പ്രിയപ്പെട്ടവനാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.